തൃശൂർ വിറ്റ്ലപ്പാറ അരൂർമൊഴി ജംഗ്ഷനിൽ ജനവാസ മേഖലയിൽ പരിഭ്രാന്തി പരത്തി കാട്ടുകൊമ്പൻ ഏഴാറ്റുമുഖം ഗണപതി. ജംഗ്ഷനോട് ചേർന്ന കടകൾക്ക് സമീപം നിന്നിരുന്ന തെങ്ങ് മറിച്ചിട്ട് ആളുകൾക്ക് നേരെ തിരിയുന്ന സ്ഥിതിയുമുണ്ടായി. നിലവിൽ എണ്ണപ്പനത്തോട്ടത്തിൽ തുടരുകയാണ് കാട്ടുകൊമ്പൻ. എന്റെ മാതാവേ പൊക്കാണ്ട് അയ്യോ കോഴിക്കോട് തന്നെ ലിഷോയുണ്ട്. ലിഷോയി, ഏഴാറ്റുമുഖം ഗണപതി വീണ്ടും കളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ പരിഭ്രാന്തി പരത്തുകയാണോ? ഇത് എപ്പോഴും സംഭവ സ്ഥലത്ത് തുടരുന്നുണ്ടോ? വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ എത്തിയോ? അതായത് പകൽ സമയത്ത് യാന ഇറങ്ങുന്നത് പതിവിൽ ഉള്ള ഒരു കാഴ്ചയല്ല. അരൂർമൊഴിയിലാണ് ഇന്നിപ്പോൾ 5 മണിയോടുകൂടി വൈകിട്ട് ഈ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം കാട്ടാന ഇറങ്ങിയത്. ഏകദേശം 1 മണിക്കൂറോളം ജനവാസ മേഖലയിൽ ആന തുടർന്നു. പലയിടങ്ങളിലൂടെ ആന സഞ്ചരിച്ചത്. ജനവാസ മേഖലകൾക്കിടയിലൂടെ നാട്ടുവഴികളിലൂടെ ഉൾപ്പെടെ ആന കടന്നു പോകുന്നത് അത് ഒരു പരിഭ്രാന്തി പരത്തി ആനയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം കുട്ടികൾ ഉൾപ്പെടെ സ്കൂൾ വിട്ട് വരുന്ന സമയമാണ് വൈകുന്നേരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഈ വീട്ടിലിരിക്കുന്നവർക്കും അതിനോടൊപ്പം തന്നെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കും എല്ലാം തന്നെ ഒരുപോലെ പരിഭ്രാന്തി ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. എന്തായാലും വനപാലകർ സ്ഥലത്തെത്തി ഏഴാറ്റുമുഖം ഗണപതിയെ തൊട്ടടുത്തുള്ള പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്, ഓടിച്ചു കയറ്റിയിട്ടുണ്ട്. അതായത് RRT സംഘം ഉൾപ്പെടെ വനംവകുപ്പിന്റെ അവിടേക്ക് എത്തുകയും ആനയെ അവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയുമാണ് ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ജനവാസ മേഖലയിൽ നിന്നും ഏഴാറ്റുമുഖം ഗണപതി മാറിയിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള ഒരു തെങ്ങ് മറിച്ചിട്ട് അതിനോടൊപ്പം തന്നെ എണ്ണപ്പനത്തോട്ടത്തിൽ സാധാരണഗതിയിൽ ഈ ഗണപതി ഉൾപ്പെടെയുള്ള കാട്ടുകൊമ്പന്മാരെത്തുമ്പോൾ എണ്ണപ്പന മരം മറിച്ചിട്ട് അത് തിന്നുകയാണ് പതിവ്. അത് ഇപ്പോൾ സാധാരണഗതിയിൽ തുടരുകയും ചെയ്യുന്നു. ശരി ലിഷോയി, തൃശൂർ വിറ്റ്ലപ്പാറ അരൂർമൊഴി ജംഗ്ഷനിലാണ് ജനവാസ മേഖലയിൽ പരിഭ്രാന്തി പരത്തി കാട്ടുകൊമ്പനായ ഏഴാറ്റുമുഖം ഗണപതി ഇറങ്ങിയത്. എന്റെ മാതാവേ പൊക്കാണ്ട് അയ്യോ കോഴിക്കോട് തന്നെ അമ്മേ